ഇന്ന് നൈഹുക്കുട്ടിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. എന്താ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഊന്ന് എഴുതാൻ അറിയാം. ഹിന്ദി കേട്ടോ, ഹിന്ദിയാണ് ഇന്ന് എക്സാം. എന്ത് എഴുതുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഊന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ട്, വേറെ ഒന്നും അറിയില്ല. എന്തായാലും അങ്ങോട്ട് വിടുക തന്നെ. അവർക്ക് എക്സാം എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. അവൾ നഴ്സറിയിലാണ് പഠിക്കണത്. അപ്പോൾ ഇന്ന് ഒരു 8:30 ആകുമ്പോൾ സ്കൂളിൽ കൊണ്ടുവിട്ടാൽ മതി. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എണിച്ചു. നൈനൂനാണെങ്കിൽ സ്കൂളില്ല, സ്റ്റഡി ലീവാണ്, 2 ദിവസം ലീവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ദോശയും ചട്നി ഉണ്ടാക്കുമ്പോൾ നൈഹു നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇതന്നെ മതിയെന്ന് 2-3 ദിവസമായി പറയണം കേട്ടോ രണ്ടാളും. അപ്പോൾ അതന്നെ ഉണ്ടാക്കി. എന്നിട്ട് നൈഹുക്കുട്ടീനെ വിളിച്ച് റെഡിയാക്കി. ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒറ്റക്കൊമ്പൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കൊമ്പ് കെട്ടാൻ നേരത്തെ അത് വേണ്ട പറഞ്ഞോളൂ. അങ്ങനെ റെഡിയാക്കിയിട്ട് അവൾക്ക് പനിയായിരുന്നു 2-3 ദിവസം. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ അക്ഷരങ്ങളൊന്ന് എഴുതിപ്പിച്ചു. എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതി. ഇനി അവിടെ സ്കൂളിൽ പോയിട്ട് എഴുതിയോ എന്തോന്നും അറിയില്ല കേട്ടോ. ഇന്ന് ഞാനും നൈനുക്കുട്ടി ഉണ്ടായിരുന്നു കൊണ്ടാക്കാൻ സ്കൂളിലേക്ക്. അങ്ങനെ അവൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല കേട്ടോ. ഇവിടുന്ന് അവിടെ സ്റ്റെക്കായി അങ്ങനെ നിൽക്കുക താറ്റ വന്നിട്ട്. നൈഹു പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കരച്ചിലൊന്നുമില്ല കേട്ടോ. സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് കയറാൻ കുറച്ച് മടിയാണ് കേട്ടോ. എന്നിട്ട് അവളെ പോയി കൊണ്ടാക്കി കൊണ്ടുവന്നു. ഇന്നത്തെ ലഞ്ചിന് വലിയ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. കാരണം ഉമേഷ് ഉണയിക്കാൻ വരാത്തത് കൊണ്ട് കഞ്ഞിയും മുതിരയും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെറുപയർ റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നാട്ടിൽ പോയി ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ അതൊക്കെ കുത്തി എന്തൊക്കെയോ പ്രാണികളൊക്കെ തിന്ന് തീർത്തിരിക്കും. എനിക്കാണെങ്കിൽ സങ്കടമായി. എന്നിട്ട് ഞാൻ പൈസ കൊടുത്ത് ചെറുപയർ മേടിച്ച് കടയിൽ നിന്ന്. അപ്പോൾ ശരി.